ഹലോ, ഇത്രയും കറുത്ത അരി നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാനിത് ഫസ്റ്റ് ടൈം കണ്ടത് കൊല്ലി ഹിൽസിൽ പോയപ്പോന്ന്. അവിടെ ഇതുപോലത്തെ ഒരുപാട് തരം അരികൾ ഉണ്ടായിരുന്നേ. അങ്ങനെ കൊണ്ടുവന്നിട്ട് ചോറ് വെച്ച് നോക്കുമ്പോഴേക്കും ആർക്കും ഇഷ്ടമായിട്ടില്ലേ. അങ്ങനെ കുറച്ച് ബാക്കി ഉണ്ടായത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാന്ന്. അപ്പം ഞാൻ അരക്കുന്ന സമയത്ത് വിചാരിച്ചത് ഇത് നല്ല ബ്ലാക്ക് കളറായിട്ടാണ് കിട്ടാന്ന്. പക്ഷെ അരച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് ബ്ലാക്കും വൈറ്റും അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു പേർപ്പിൾ കളറായിട്ടാണ് കിട്ടിയത്. രാവിലെ ആകുമ്പോഴേക്ക് ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയെന്ന്. ഒരു തട്ട് വലിയ ഇഡ്ഡലിയും ഒരു തട്ട് കുഞ്ഞി ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലിയാണ്. ഇനി നെക്സ്റ്റ് ടൈം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഈ അരിയും ഉഴുന്നും മാത്രം വെച്ചിട്ട് ഉണ്ടാക്കണം വിചാരിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും ഷെറു 2 വണ്ടി സർവീസിന് കൊണ്ടുവെക്കാൻ പോയെന്ന്. ജൂപ്പിറ്റർ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എടുക്കുമ്പോൾ കുഴിയിലെല്ലാം വീഴുമ്പോണ്ട് ഫ്രണ്ടിൽ നിന്ന് ഒരു കടകട സൗണ്ട് വരുന്നു. അപ്പോൾ അതും ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അവെഞ്ചറിൻ്റെതാണെങ്കിൽ കൊല്ലി ഹിൽസിൽ നിന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ലൊരു സൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേനെ. അങ്ങനെ പെട്രോളെല്ലാം അടിച്ചിട്ട് നമ്മൾ TVSലെത്തി. അവർ വണ്ടിയൊക്കെ നോക്കി. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യാണ്ട് വന്നുകൊണ്ട് വേറൊരു ദിവസത്തേക്ക് ബുക്കിംഗ് ചെയ്തത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബജാജിലേക്ക് പോയി. പക്ഷെ ബജാജിലെത്തുമ്പോഴേക്ക് ഇവിടെ സർവീസ് സെൻറ്റർ പൂട്ടിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു വർക്ക് ഷോപ്പ് തൊട്ടടുത്തുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേക്ക് ബ്രേക്കിൻ്റെ പ്രശ്നമല്ല, ഫോർക്കിൻ്റെ ലീക്കാണ്. എന്നേരമാണ് നമ്മളും ശ്രദ്ധിക്കുന്നത് ഫോർക്കിന് നല്ലോണം ലീക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോർക്ക് തന്നെ മാറ്റണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവരെ കയ്യിൽ ഇപ്പോൾ പാർട്സ് ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വേറൊരു ദിവസം ടൗണിൽ തന്നെ കൊണ്ടാക്കാൻ വിചാരിച്ചിട്ട് വീട്ടിലേക്ക് വരരുത്. ഇന്ന് എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവള് ചെന്നൈയിലാണ്. വീട്ടുകൂടലിന്റെ സമയത്തൊന്നും നാട്ടിലില്ലാത്തതുകൊണ്ട് വീട് കാണാൻ വേണ്ടി വരുന്നതാണ്. അവള് വരുമ്പോൾ നല്ലൊരു ഗിഫ്റ്റും കൊണ്ടാ വന്നത്, ഒരു ഫോട്ടോ ഫ്രെയിം. ഈ എല്ലാ ഫോട്ടോയിലും ഞാനുണ്ട്. ഇത്രയും ഫോട്ടോസെല്ലാം ഇവരെ കൂടെ ഞാൻ എടുത്തിനോന്ന് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോൾ. അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മളെ പഴയ ഫ്രണ്ട്സൊക്കെ വന്ന് നമ്മളെ കൂടെ ഇരുന്ന് കഥയൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കുമല്ലോ നമുക്ക് കിട്ടുക.